ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ പരിശുദ്ധ മറിയത്തെ പോലെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞ അതേ വാക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാൻ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആ അഭിഷേകം പ്രാപിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപയാൽ ആരംഭിക്കുന്ന ജീവിതങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ശക്തിയാൽ നിറയ്ക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ കടന്നു പോവുക. ദൈവ കൃപ ലഭിക്കുന്നിടത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആരംഭിക്കുക എന്നത് നാം തിരിച്ചറിയണം. കൃപയാലാണ് നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കുന്നത്. അങ്ങനെ ആ രക്ഷയിലൂടെ ഒരു രൂപാന്തരീകരണം നമ്മളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പം ജീവനുള്ള ദൈവത്തിന്റെ കൃപയുടെ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയാണ്. ഇന്ന് ഈ 3-ാം എപ്പിസോഡിൽ അഥവാ ഈ 3-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക എന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുക. നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, വചനത്തിന്റെ കർത്താവേ, ഇന്ന് അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ വചനമയച്ച് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മ നിറഞ്ഞതുപോലെ, കൃപ നിറഞ്ഞ ആ മറിയമേ എന്ന് വിളിക്കുന്നത് പോലെ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലും ആ കൃപ നിറയുവാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കും അവിടുന്ന് അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് നമ്മൾ ഈ പെന്തക്കോസ്റ്റൽ ഡേയുമായി ആ ഒരു കാത്തിരിപ്പിന്റെ സമയത്ത് വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം നൽകുന്നതാണ്. 2, വീണ്ടും ജനനം അഥവാ ഒരു പുതിയ ജനനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുപോലെ പരിശുദ്ധാത്മാവ് സഹായകനാണ്, ആശ്വാസദായകനാണ് എന്ന് പറയുന്ന ഒരു മേഖലയും നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ എടുക്കണം. കാരണം പരിശുദ്ധാത്മാവ് സഹായകനാണ്, പരിശുദ്ധാത്മാവ് ഉപദേശകനാണ്, പരിശുദ്ധാത്മാവ് സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകുന്നു, പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നു, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഫലമുണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. അതേ പരിശുദ്ധാത്മാവാണ് ഓരോ വരങ്ങളും നമുക്ക് നൽകുക. അങ്ങനെ 9 മേഖലകൾ എടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഈ ഓരോ മേഖലകളെ ഒന്ന് വേർതിരിച്ച് നമ്മൾ കാണുകയാണ്. അതിൽ ഒന്നാമതായി പരിശുദ്ധാത്മാവാണ് പാപബോധം നൽകുക. ഇന്ന് ഈ ലോകത്ത് നമ്മൾ കടന്നു പോകുമ്പം പാപം ചെയ്ത് തഴമ്പിച്ച ഒരു മനസ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒരിക്കൽ പോലും നമ്മളെ ഒരു സ്നേഹത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ കൃപയിലേക്ക് കൊണ്ടുവരികയില്ല. അപ്പം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാവുക. ബൈബിള് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, അവൻ വന്ന്, ആര്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതായത് പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ച്,
നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്നാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുക. അപ്പം പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് പാപം എന്തെന്ന് മനസ്സിലാക്കി തരും. അപ്പം പാപം ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതാണ്. അല്ലെ, എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയത് നിന്റെ പാപങ്ങളാണ് എന്ന് യെശയ്യാ പ്രവചനം 59:2 നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ സഹോദരങ്ങളെ, പാപം എന്താണ് എന്ന് ഒരു വ്യക്തിയെ മനസ്സിലാക്കിച്ചു തരിക, ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെതാണ്. അപ്പം പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ തെറ്റ് തിരിച്ചറിയുവാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിന് സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ബൈബിള് പറയുന്നുണ്ടല്ലോ, വിശുദ്ധ സെന്റ് പോള് റോമാലേഖനത്തില് 3-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്ത് ദൈവ മഹത്വത്തിന് അയോഗ്യരായി. വചനം പറയുന്നു, ഒരുവൻ പോലും നീതിമാനില്ല, എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും പാപം ചെയ്ത് ദൈവ മഹത്വത്തിന് അയോഗ്യരായി. അപ്പം നമ്മൾ ആ അയോഗ്യതയിൽ, പാപത്തിൽ നിലനിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് ആ പാപബോധം നൽകുകയും നമ്മുടെ ഉള്ളിൽ ആ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും അല്ലെങ്കിൽ ഒരു വിശുദ്ധ കുമ്പസാരം എടുത്ത് മുന്നോട്ട് കൃപയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനും നമുക്ക് ഹൃദയത്തിൽ ആ ഒരു എന്താ പറയുന്നത് ഒരു ആത്മീക സ്പർശനം തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ നമ്മൾ പാപം ഏറ്റുപറഞ്ഞ് ഒരു വിശുദ്ധ ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അത് ഉറപ്പാണ്, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. അപ്പം അതിനെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ ആദ്യ ലേഖനത്തിൽ സുവിശേഷം എഴുതിയതിന് ശേഷം അദ്ദേഹത്തിന് തൃപ്തി വരാഞ്ഞിട്ട് 3 ലേഖനങ്ങൾ കൂടി എഴുതിയിട്ടുണ്ട്. അതിൽ 1-ാമത്തെ ലേഖനം 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 8ഉം 9ഉം വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. സത്യമല്ലേ? സത്യമല്ലേ? പാപമില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ആത്മവഞ്ചനയല്ലേ? അതുതന്നെ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പാപമില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ല എന്ന് വരും. എന്നാൽ നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ ആര്? യേശുക്രിസ്തു. യേശുക്രിസ്തു വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുമെന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുക. അപ്പൊ പരിശുദ്ധാത്മാവ് വന്ന് പാപബോധം തരുന്നത് നമ്മളെ ശിക്ഷിക്കുവാനല്ല, മറിച്ച് നമ്മളെ രക്ഷിക്കുവാനാണ്. രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്നും കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്നും എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയത് നിന്റെ പാപങ്ങളാണെന്നും നിന്റെ അകൃത്യങ്ങളാണ് എന്നും വചനം നമുക്ക് മുന്നറിയിപ്പ് തരുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പാപം ഏറ്റുപറഞ്ഞ് എന്താ പറയുന്നത്, നമ്മൾ എന്താ പറയുക, ഒരു വിശുദ്ധിയിലേക്ക് വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീതിമാനായവൻ, വിശ്വസ്തനായവൻ, പാപങ്ങൾ ക്ഷമിക്കുവാൻ കരുത്തുള്ളവൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് അവന്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന യേശുക്രിസ്തു നമ്മളോട് ക്ഷമിക്കുകയും നമ്മൾ ചെയ്തു വെച്ച സകല അനീതികളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും എന്ന് വചനം പറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ ഓർമ്മിപ്പിക്കുമെന്നുള്ള ഒരു വലിയ എന്താ പറയുക തിരിച്ചറിവാണ്. പാപത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇത് രണ്ടാമത്, നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. യഥാർത്ഥ നീതി എന്ന് പറയുക ഒരു മനുഷ്യന്റെ പ്രവൃത്തിയിൽ നിന്നും കടന്നു വരുന്നതല്ല. അത് ഒരു വ്യക്തിയുടെ
ഹൃദയത്തിൽ ക്രിസ്തുവിനോടുള്ള വിശ്വാസം എങ്ങനെയാണോ അങ്ങനെയാണ്. അതായത് പ്രവൃത്തിയിലല്ല കൃപ നീതി നിലനിൽക്കുക, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നാണ് എന്ന് ബൈബിള് പറയുകയാണ്. അത് 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ സെന്റ് പോൾ പറയുന്നു, എന്തെന്നാൽ അവനിൽ, ആര്? യേശുക്രിസ്തുവിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും പാപം ദൈവം യേശുക്രിസ്തുവിന്റെ മേൽ കൊണ്ടുവന്നു. യേശുക്രിസ്തുവിനെ പാപമാക്കി മാറ്റി. എന്ന് വെച്ചാൽ ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശത്തെ മുൻനിർത്തി തന്റെ ഏകജാതനെ ഈ പാപപരിഹാര ബലിക്കായി ലോകത്തിലേക്ക് അയക്കുമ്പോൾ ഒരുവൻ പോലും, ഈ ലോകത്തുള്ള ഒരു മനുഷ്യൻ പോലും നശിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ലോകത്ത് പലവിധ മത സംവിധാനങ്ങൾ കടന്നു വന്ന് ഒരു യഥാർത്ഥ ദൈവത്തിൽ നിന്നും ഈ ലോകത്തെ മാറ്റി സത്യമായി നിലനിൽക്കുന്ന യേശുക്രിസ്തുവിനെ എന്താ പറയുന്നത്, ഒഴിവാക്കിക്കൊണ്ട്, അപ്രസക്തമാക്കിക്കൊണ്ട്, ദൈവമല്ലാത്തതിനെ ദൈവമായി പ്രൊജക്റ്റ് ചെയ്ത്, അതിന്റെ പേരിൽ തീവ്രവാദങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടത്തി ലോകത്ത് എന്താ പറയാ ഒരു അസ്ഥിരത കൊണ്ടുവരുന്ന, ഒരു ലോകം മുഴുവൻ കീഴടക്കുവാനുള്ള സാത്താന്റെ ആ ഒരു എന്താ പറയുക പ്രവൃത്തികൾക്കെതിരെ എന്താ പറയുന്നത് ഒരു നീതി ആകേണ്ട യേശുക്രിസ്തുവിനെ ലോകം തള്ളിക്കളയുകയാണ്. എന്ന് വെച്ചാൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്ത ദൈവം തന്നെയായ യേശുക്രിസ്തുവിനെ എന്ത് ചെയ്തു? ദൈവം പാപമാക്കി മാറ്റി. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇത് നമ്മൾ ഓരോരുത്തരും നീതീകരിക്കപ്പെടേണ്ടതിനാണ് യേശുക്രിസ്തുവിന്റെ കുരിശുമരണം ഈ ലോകത്ത് പിതാവായ ദൈവം അനുവദിച്ചത്. നമ്മുടെ നീതിയല്ല, നമ്മുടെ പ്രവൃത്തിയല്ല നമ്മളെ രക്ഷിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ കുരിശുമരണമാണ് നമ്മളെ രക്ഷിക്കുന്നത്. അതായത് നമ്മുടെ നീതിയല്ല, യേശുക്രിസ്തുവിന്റെ നീതിയാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഇത് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തില് സെന്റ് പോൾ പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് സെന്റ് പോൾ ക്രിസ്തുവിന്റെ പിന്നാലെ കടന്നുപോയത്? ഉച്ഛിഷ്ടം പോലെ, അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച്, ചപ്പെന്നും ചവറെന്നും കണ്ട് സകലതും ഉപേക്ഷിച്ച് യഥാർത്ഥ ജ്ഞാനമെന്ന് പറയുക യേശുക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ സെന്റ് പോൾ ക്രിസ്തുവിന്റെ പിന്നാലെ ഓടുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് സെന്റ് പോൾ പറയുക. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. എനിക്ക് നിയമത്തിൽ നിന്നും ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, മറിച്ച് പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. നിയമത്തിൽ നിന്നുള്ള നീതിയല്ല, ദൈവത്തിൽ നിന്നുള്ള നീതി. അത് യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തിലൂടെ മാനവരാശിക്ക് ലഭിച്ച ഒരു നീതീകരണത്തിലൂടെ ലഭിച്ച ഒരു നീതി. ആ നീതി നിയമത്തിലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് സെന്റ് പോൾ പറയുകയാണ്. അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ലഭ്യമാവുക. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, കുരിശു മരണത്തിലുള്ള വിശ്വാസം, പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം. ഹല്ലേലൂയ. അപ്പം വിശ്വസിക്കുന്നവർക്ക് കർത്താവിന്റെ ദാനമായ ഈ നീതി നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അല്ലെങ്കിൽ കർത്താവിന്റെ ദാനമായ പരിശുദ്ധാത്മാവാണ് ഈ നീതി ഇന്ന് നടത്തുക. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയല്ല, മറിച്ച് അന്ധകാരത്തിന്റെ ശക്തികളായിരിക്കും. അങ്ങനെയുള്ളപ്പോ ഒരു നീതിയോടുകൂടി നമുക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കത്തില്ല. അത് ആത്മീയ തലത്തിൽ എത്ര ഉന്നതിയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും കൺട്രോൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവല്ലെങ്കിൽ
എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അനീതിയുടെ തീരുമാനങ്ങളായിരിക്കും. കാരണം അനീതിയുള്ള തീരുമാനങ്ങൾ ഒരിക്കലും എടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാധിക്കത്തില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ നമുക്കൊരിക്കൽ പോലും ഒരു അനീതിയുടെ തീരുമാനമോ അല്ലെങ്കിൽ അനീതിയോടുകൂടി പ്രവർത്തിക്കുവാനോ നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് സഭയില് ഓരോരുത്തരും, അത് ടോപ്പ് ടു ബോട്ടം എല്ലാവരും ചിന്തിക്കണം, ഞാൻ എടുക്കുന്ന തീരുമാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെയുള്ള തീരുമാനമാണോ? പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു തീരുമാനത്തിന് കൂട്ടുനിൽക്കുമോ? കൂടപ്പുറപ്പിനെ കണ്ടില്ലെന്ന് നടിക്കുവാൻ നമുക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മളെല്ലാം എന്താ പറയുന്നത്, ഇന്ന് ടോപ്പ് ടു ബോട്ടം എല്ലാവരും പൊളിറ്റിക്സിന്റെ ഒരു സാധ്യതയിലൂടെയാണ് കടന്നു പോവുക. എല്ലാവരും പക്ഷം പിടിച്ച് ആർക്കു വേണ്ടിയോ എന്താ പറയുന്നത് ജീവിതം നശിപ്പിച്ചു കളയുന്ന ഒരു എന്താ പറയുക സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നു. സിന്ദാബ വിളിക്കുന്നവർ ഓർത്തുകൊള്ളുക, കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഭയമില്ലാതെ ദൈവത്തിനെതിരെ, പരിശുദ്ധാത്മാവിനെതിരെ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും, അത് എത്ര വലിയ വ്യക്തിയായെങ്കിലും എത്ര വലിയ കൊമ്പത്തെ ആളാണെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും. അന്ന് ദൈവത്തിന്റെ എന്താ പറയുക കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പം ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുവാൻ ഇന്ന് ഈ പെന്തക്കോസ്റ്റൽ ഡേയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്ത്. ആരും ഇല്ല എന്നെ ഒന്ന് തിരുത്തുവാൻ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തിരുത്തുവാനുള്ള ഏക ചാലക ശക്തി ഇന്ന് സ്വർഗത്തിൽ നിന്നും കടന്നു വരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് എന്ന് തിരിച്ചറിയുക. നീതിയില്ലാത്ത ഏതു പ്രവൃത്തി ആര് ചെയ്താലും ഓർത്തുകൊള്ളുക, അനീതിക്കെതിരെ പടപെട്ടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും. ഹല്ലേലൂയ. ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും കണക്ക് കൊടുക്കേണ്ടി വരും എന്നോർത്തുകൊള്ളുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, വളരെ വേദനയോടും വളരെ വിഷമത്തോടും ഇന്ന് ഈ സമൂഹം ഒരു അരാജകത്വത്തിലേക്ക് കടന്നു പോകുന്നതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, ഭയപ്പെടാനുള്ള ആത്മാവിനെയല്ല, ഭയത്തിന്റെ ആത്മാവിനെയല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം തന്നിരിക്കുന്നത്, ശക്തിയുടെയും ഹല്ലേലൂയ ഒരു വലിയ ആത്മനിയന്ത്രണത്തോടുകൂടി ജീവിക്കുവാനുമുള്ള ഒരു അഭിഷേകത്തെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. സ്നേഹത്തിന്റെ ആത്മാവിനെ വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കും, നീതിയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കും. ഹല്ലേലൂയ. മൂന്നാമത് ന്യായവിധിയെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ന്യായവിധി നിശ്ചയമായും ഓരോരുത്തരുടെയും ജീവിതത്തിൽ, അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുമെന്നുള്ള കാര്യത്തിന് ഉറപ്പാണ്. പാപത്തിൽ നിലനിൽക്കുന്ന വ്യക്തികളോട് വളരെ വ്യക്തമായും ശക്തമായും പറയട്ടെ, ഒരു ന്യായവിധിയെ നിങ്ങൾ നേരിടേണ്ടി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തെ ഉപേക്ഷിച്ച് ഈ സമയം, ദൈവം തരുന്ന ഈ സമയം, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉള്ളില് ഒരു പാപബോധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നുവെങ്കിൽ, നീതിയില്ലാത്ത ഏതെങ്കിലും പ്രവൃത്തിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയതെങ്കിൽ ഇന്ന് തിരിച്ചു വരണം. കാരണം ന്യായവിധി എന്ന് പറയുക ഉറപ്പായ കാര്യമാണ്. നമുക്കറിയാം, ബൈബിള് തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ലാസറിന്റെയും ധനവാന്റെയും ഉപമ നമ്മുടെ മുമ്പിലുണ്ട്. ലാസറും ധനവാനും മരിച്ചു. ലാസർ എവിടെ എത്തിയെന്നും ധനവാൻ എവിടെ എത്തിയെന്നും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഈ രണ്ടു പേരും, ധനവാൻ നല്ലവനായിരുന്നു. ഈ പട്ടിനക്കുന്ന വ്രണമുള്ള ചീഞ്ഞളിഞ്ഞ ലാസറിനെ തന്റെ പടിപ്പുരയിൽ താമസിക്കുവാൻ അനുവദിക്കുകയും തന്റെ മേശയിൽ നിന്നും വീഴുന്ന ആഹാരം കഴിക്കുവാൻ അനുവദിക്കുകയും ഒക്കെ ചെയ്തിട്ട് രണ്ടുപേരും മരണപ്പെട്ടു. ധനവാൻ അഗ്നി തടാകത്തിലേക്കും യാതനയിലേക്കും കടന്നുപോയി. എന്നാൽ ലാസർ അബ്രഹാമിന്റെ മടിയിലേക്കും പോയി. രണ്ട് സാധ്യതകള്, സാഹചര്യങ്ങള് നമ്മുടെ മുമ്പിൽ ദൈവത്തിന്റെ വചനം വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് ന്യായവിധി എന്ന് പറയുന്നത് ഉറപ്പാണ്. അത് ദൈവത്തിന്റെ എന്താ പറയുക പദ്ധതിയിലുള്ളതാണ്.
ദൈവത്തിന്റെ കരുണയിലും ദൈവത്തിന്റെ നീതിയിലും അത് ഓരോരുത്തരുടെ ജീവിതത്തിലും അത് എങ്ങനെയാണ് എന്നുള്ളത് അത് ദൈവത്തിന്റെ പ്ലാനാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-28 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പം അവിടെ വളരെ കൃത്യമായി ബൈബിള് പറയുകയാണ്, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണം ഇല്ലാതെ ഈ ലോകത്തുനിന്ന് കടന്നു പോവുക സാധ്യമാണ്. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് എന്താണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം കുറച്ചുകൂടെ വ്യക്തത തരികയാണ്. മരിച്ചവരെല്ലാവരും, അത് വലിയവരും ചെറിയവരും, സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു, അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. വിധി, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അതേ പരിശുദ്ധാത്മാവ് വെളിപ്പാട് പുസ്തകം 21:8 രണ്ടാമത്തെ മരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വളരെ കൃത്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പാട് പുസ്തകം 21:8 പറയുന്നു, ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യേശുക്രിസ്തു ദൈവമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഒറ്റ മരണമേ ഉണ്ടായിരിക്കത്തുള്ളൂ, അത് ശാരീരിക മരണം. എന്നാൽ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് പിന്നീട് വിധിയുടെ ഒരു നിമിഷം വീണ്ടും എന്താ പറയുന്നത്, എരിയുന്ന തടാകത്തിലേക്ക് എറിയുന്ന ഒരനുഭവം, അത് രണ്ടാമത്തെ മരണം. പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി ഓർത്തുകൊള്ളുക, രണ്ടാമത്തെ മരണത്തിലേക്ക് പോകുന്നത് അപകടമാണ്. ആ ന്യായവിധിയുടെ ഒരു മേഖലയെ നമ്മുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഈ ബോധ്യം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവായതുകൊണ്ട് മാനസാന്തരപ്പെടേണ്ട സമയമാണ് ഇപ്പോൾ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പോഴാണ് ദൈവത്തിന്റെ ആ ഒരു സമയമെന്ന് തിരിച്ചറിയുക. സമയം പൂർത്തിയായി എന്നുള്ള ബോധ്യം എടുക്കണം. മാനസാന്തരപ്പെടേണ്ടതും സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടതുമായ സമയം ഇപ്പോഴാണ്, അത് ഇന്നു തന്നെയാണ് എന്ന് പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുവാൻ നമ്മൾ തയ്യാറായാൽ, ഹൃദയപൂർവം നമ്മുടെ തെറ്റു തിരുത്തുവാൻ നമ്മൾ തയ്യാറായാൽ, പാപം ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ സ്വയം നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ, ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നമ്മെ ഉയർത്തുവാൻ ഇതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സാധിക്കും എന്ന് തിരിച്ചറിയുക. നമ്മൾ എന്താ പറയുന്നത്, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. രണ്ടാമത്, പരിശുദ്ധാത്മാവ് പുതിയ ജനനം, വീണ്ടും ജനനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുന്നു എന്ന് വചനം വ്യക്തമാക്കുകയാണ്. അത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു നിക്കോദെമോസിനോട് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. എന്താണ് നിക്കോദെമോസിനോട് യേശു പറഞ്ഞത്?
നിത്യജീവൻ പ്രാപിക്കുവാൻ ഗുരു ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് മറുപടിയായി യേശു പറയുകയാണ്, ജലത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കണം. അപ്പം മനുഷ്യൻ ശാരീരികതയിൽ മാത്രം ജനിച്ചാൽ പോരാ, മറിച്ച് ആത്മീയമായി ഒരു പുതിയ ജനനം പ്രാപിക്കണമെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. അപ്പം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വീണ്ടും ജനനം അനിവാര്യമാണ് എന്ന് ബൈബിള് പഠിപ്പിക്കുമ്പോൾ അത് നമുക്ക് എന്താ പറയുക, ആ ഒരു സാധ്യത നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നല്ല പ്രവൃത്തികൾ, ചാരിറ്റി ചെയ്താൽ മാത്രം മതി എന്ന് കരുതുന്ന ഈ ലോകത്തോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അതൊന്നും പോരാ, പുതിയതായി ജനിക്കണം, ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ മാറണം. അല്ലേ? അപ്പം സുനാമി വന്നു, 200 വീട് നമ്മൾ വെച്ചു കൊടുത്തു, സമൂഹത്തിൽ എത്ര നല്ല പ്രവൃത്തിയാണ്. പക്ഷേ സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നിന്റെ പ്രവൃത്തികൾ കൊണ്ട് സാധ്യമല്ല. അതിനെന്ത് ചെയ്യണം? നമ്മൾ പുതിയതായി ജനിക്കണം, ഒരു പുതിയ സൃഷ്ടിയായി മാറണം. 2 കൊരിന്ത്യൻസ് 5:17 സെന്റ് പോള് പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ മാത്രമാണ് ഒരു പുതിയ സൃഷ്ടി. ക്രിസ്തുവിൽ അല്ലാത്തവൻ എന്താ പറയുന്നത്? പുതിയ സൃഷ്ടിയാകുന്നില്ല. അല്ലേ? അപ്പൊ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. അപ്പം ക്രിസ്തുവിൽ ഒരു വ്യക്തി എത്തുമ്പം യേശുക്രിസ്തു ദൈവമാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ, യേശു എന്റെ പാപത്തിനു വേണ്ടിയാണ് കാൽവരിയിൽ മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ രക്തം എന്റെ പാപത്തെ കഴുകി എന്നെ വിശുദ്ധീകരിക്കുമെന്നുള്ള ബോധ്യം എനിക്ക് ലഭിക്കുമ്പം, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് കുമ്പസാരം എന്ന കൂദാശയിലൂടെ വിശുദ്ധീകരണം പ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളെ ഞാൻ ഏറ്റെടുത്ത് യേശുക്രിസ്തുവിന്റെ ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിച്ച് എന്റെ അധരം കൊണ്ട് ഏറ്റുപറയുന്ന ഒരു അനുഭവത്തിൽ ഞാൻ ക്രിസ്തുവിൽ എത്തുമ്പോൾ എന്റെ ജീവിതം നവീകരിക്കപ്പെടുകയും യേശുക്രിസ്തുവിന്റെ രക്തം എന്റെ ഹൃദയത്തിൽ, എന്റെ ആത്മാവിൽ തളിക്കപ്പെട്ട്, ക്രിസ്തുവിലുള്ള രക്തത്തിലെ ജീവൻ എന്റെ ആത്മാവിൽ, പാപം ചെയ്യുമ്പോൾ പാപത്തിന്റെ ഒരു ഫലമായി മരണം എന്റെ ആത്മാവിൽ സംഭവിക്കുമ്പോൾ യേശുക്രിസ്തു ദൈവമായതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ദൈവത്തിന്റെ ജീവൻ ഉള്ളത് കൊണ്ട് ആ ദൈവിക ജീവന്റെ സമൃദ്ധി എന്റെ ആത്മാവിൽ തളിക്കപ്പെട്ട് എന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ജീവൻ എന്റെ ആത്മാവിൽ പ്രവേശിച്ച് എന്റെ ആത്മാവിന് വീണ്ടും ജനനം ലഭിക്കുമ്പോഴാണ് ക്രിസ്തുവിൽ എത്തുന്ന അനുഭവം, എന്റെ ജീവിതം നവീകരിക്കപ്പെടുന്ന അനുഭവം, വീണ്ടും ജനിക്കുന്ന അനുഭവം എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ലഭിക്കുക. യേശുക്രിസ്തു പഠിപ്പിച്ചു, ജലത്താലും ആത്മാവിനാലും ജനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനം പുറപ്പാട് അനുഭവത്തിലൂടെ വാഗ്ദത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. അവരുടെ മുമ്പിൽ ചെങ്കടൽ വിഭജിക്കപ്പെടുകയാണ്. മേഘസ്തംഭമായും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ നടക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം അവരെ വഴി നടത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോ 1 കൊരിന്ത്യൻസ് 10-ാം അധ്യായം 2-ാമത്തെ ഈ ജനം മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്നാണ് സെന്റ് പോൾ എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ അവർ ചെങ്കടല് കടക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആ കടലിന്റെ കളറ് ചുമപ്പാണ്, ചെങ്കടലാണ്. യേശുവിന്റെ രക്തത്തിന്റെ നിഴലാണ് ചെങ്കടൽ എന്ന് പറയുക. ഹല്ലേലൂയ. യേശു കുരിശുമരണത്തിൽ അവന്റെ ശരീരം നമുക്കായി കീറി ഒരു പുതിയ പാത നമുക്കായി തുറന്നു തന്നു എന്ന് എബ്രായ ലേഖനത്തിൽ പഠിപ്പിക്കുമ്പോൾ, ഇവിടെ എന്താ പറയുക, ചെങ്കടൽ വിഭജിക്കപ്പെടുകയും ഒരു പുതിയ പാത അവിടെ തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ പാതയിലൂടെ നടന്ന് ചെങ്കടലിലെ വെള്ളം, അതായത് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ നിഴലായ ചെങ്കടലിലെ വെള്ളം, ആ ജനത്തിന് സ്നാനം, അവർക്ക് എന്താ പറയുന്നത്, സ്നാനമേറ്റ് അവര് കടന്നു പോകുന്നു. അവരുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ്, അവരുടെ മുമ്പിലും പിൻപിലും ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി, ജലത്താലും ആത്മാവിനാലുമുള്ള ഒരു വലിയ അഭിഷേകം പ്രാപിച്ചാണ് വാഗ്ദത്ത ദേശത്തേക്ക് ആ ജനം കയറിപ്പോയത്. എന്നാൽ ഇവിടെ നിന്നും നമ്മൾ സ്വർഗത്തിന്റെ നിത്യജീവന്റെ അവകാശത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജലത്താലും ആത്മാവിനാലും നമ്മളും എന്ത് ചെയ്യണം?
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. ഹല്ലേലൂയ. എന്റെ പിന്നാലെ വരുന്നവന്റെ ചൊരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലത്താൽ എന്ത് നൽകി? സ്നാനം നൽകി. എന്നാൽ അവൻ നിങ്ങൾക്ക് അഗ്നിയാൽ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകുമെന്നാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഇന്ന് വിശ്വസിച്ച് നിങ്ങൾ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ നിങ്ങളൊന്ന് എന്താ പറയുക, കൃത്യമായി നിങ്ങളതൊന്ന് പഠിക്കണം. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? സെന്റ് പോൾ അങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ മരണത്തോട് ഓരോ വ്യക്തികളെയും ഐക്യപ്പെടുത്തിയ ആ ജ്ഞാനസ്നാനത്താൽ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം എന്ത് ചെയ്തു? സംസ്കരിക്കപ്പെട്ടു. യേശുക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിന് യേശുക്രിസ്തുവിനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. ഇനി നമ്മളെ ഉയർപ്പിക്കുന്നതും ആരാണ്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. റോമാലേഖനം 8:11 അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം ഈ ജ്ഞാനസ്നാനം അല്ലെങ്കിൽ മാമോദീസ, യേശുക്രിസ്തുവിനോടൊപ്പം നമ്മൾ സംസ്കരിക്കപ്പെട്ടു, യേശുക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഉയർപ്പിക്കപ്പെട്ടു. വീണ്ടും ജനനം. ഞാൻ യേശുക്രിസ്തു ദൈവമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, അധരം കൊണ്ട് ഏറ്റുപറയുന്നു. അപ്പം ഞാൻ ചെറിയ പ്രായത്തിലാണേലും ഞാൻ എൻ്റെ പിതാവിന്റെ അല്ലെങ്കിൽ എൻ്റെ മാതാവിന്റെ എൻ്റെ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ഞാൻ ആ മാമോദീസ സ്വീകരിക്കുമ്പോൾ, ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. ആ വെള്ളത്തിൽ നിന്ന് ഞാൻ എന്താ പറയുക, എഴുന്നേൽക്കുമ്പോൾ യേശുക്രിസ്തുവിനോടൊപ്പം ഞാൻ ഉയർപ്പിക്കപ്പെട്ടു. ആ ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവം. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുകയാണ്. എന്നാൽ വ്യക്തിപരമായി നമ്മളത് വിശ്വസിച്ച് അറിവോടുകൂടി നമ്മളത് ഏറ്റെടുക്കുന്ന സമയം നമ്മുടെ ഉള്ളിൽ ആന്തരികമായി ഉണ്ടാകേണ്ട ഒരു മാറ്റം, അതാണ് ദൈവം ഇന്നിവിടെ ആഗ്രഹിക്കുക. ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാകുന്നു എന്ന് വചനം പറയുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ ഹൃദയത്തെ എല്ലാം മാറ്റുകയാണ്. അപ്പം ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുന്ന ആത്മീയമായ ഒരു അനുഭവം ഓരോ വ്യക്തികൾക്കും നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പം ഈ ദൈവരാജ്യം എന്ന് പറയുമ്പം അത് ഭൂമിയിലെ ഒരു രാജ്യമായി നിങ്ങൾ കണക്കിലെടുക്കരുത്. വചനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറയുമ്പോൾ ഒരു ദൈവികമായ ഭരണം നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ആരംഭിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഹൃദയം ഭരിക്കുന്ന ഒരു അനുഭവത്തിൽ ദൈവരാജ്യം തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവരാജ്യം അത് നമ്മുടെ അകത്ത്, നമ്മുടെ പ്രവൃത്തിയിലല്ല, ദൈവത്തിന്റെ നീതിയിലൂടെ ഒരു മാറ്റം കടന്നു വരുമ്പം, ക്രിസ്തു എന്നിൽ വസിക്കുമ്പോൾ എൻ്റെ സ്വഭാവത്തെ, എൻ്റെ ചിന്തയെ, എൻ്റെ പ്രവൃത്തികളെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ നോട്ടത്തെ, എൻ്റെ കാഴ്ചപ്പാടിനെ, എല്ലാ മേഖലകളെയും മാറ്റിമറിക്കും. അപ്പം ദൈവരാജ്യം നമ്മളുടെ ഉള്ളിലാണ് തുടങ്ങുക. നിത്യജീവൻ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായി, ഒരു രാജ്യമായി അല്ല നമ്മൾ കാണേണ്ടത്. നിത്യജീവൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഏക സത്യ ദൈവമായ അവിടുത്തെയും ഈ ക്രിസ്തുവിനെ അറിയുന്ന അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതാണ് നിത്യജീവൻ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 17:3 പറയുന്നു, ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ക്രിസ്തുവിനെ അറിയുമ്പോഴാണ് നിത്യജീവന്റെ അവകാശത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. ഇവിടെ ദൈവത്തിന്റെ ജനമേ, അതുകൊണ്ട് ചില ആചാരങ്ങൾക്കപ്പുറം ഈ ലോകം നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ചിരിക്കുന്ന
ചില മുട്ട നീന്തലുകൾ, ഇങ്ങനെയുള്ള പെരിഫ്യൂറൽ ആയിട്ടുള്ള എല്ലാ പരിപാടികളും പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇതൊന്നും പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഹല്ലേലൂയ. ശാരീരിക ജനനം ഈ ലോക ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ആത്മീയ ജനനമെന്ന് പറയുന്നത് നിത്യജീവനിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലെ ഒരു ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്കാണ്. അത് നമുക്ക് നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇവിടെ വെള്ളം ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയായി നമ്മൾ കാണണം. ആത്മാവ് പുതിയ ജീവൻ ഒരു വ്യക്തിക്ക് നൽകുകയാണ്. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ഇത് സാധ്യമാവുക. സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. അത് മാനസാന്തരം എന്ന പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനാണ്. എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവന്റെ ചെരുപ്പ് വഹിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. ഇപ്പം വീണ്ടും ജനിക്കണം എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോഴാണ് അഗ്നിയാലുള്ള ഒരു സ്നാനം സ്വീകരിക്കുവാനുള്ള എലിജിബിലിറ്റിയിലേക്ക് നമ്മൾ വരിക. അപ്പം വചനത്താൽ വിശുദ്ധീകരിക്കണമേ എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയുണ്ടാകണം. യോഹന്നാന്റെ സുവിശേഷം 17:17 അങ്ങ് അവരെ വചനത്താൽ വിശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരു കൃപയിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റൂ.